ഇത് ജലജ ചേച്ചി ജലൂസ് വേൾഡ് എന്ന് പറയുന്ന 11K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൻ്റെ ഉടമസ്ഥയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കുവൈറ്റിൽ വെച്ച് എനിക്കുള്ള പരിചയമാണ്. കുവൈറ്റിൽ വെച്ച് കമൻറ്റ് രൂപത്തിലാണ് കേട്ടോ പരിചയം. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും വന്ന് കമൻറ്റ് ഇടുമായിരുന്നു. ചേച്ചിയുടെ വീഡിയോസിന് ഞാനും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എന്നെ നാട്ടിൽ വരുമ്പോൾ എന്നേലും കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 വർഷത്തെ ഞങ്ങളുടെ 2 പേരുടെ ആഗ്രഹമാണ് ഈ ചെറിയ പെരുന്നാളിന് സഫലീകരിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി എന്നെ കാണാൻ വന്നു. അപ്പോൾ ചേച്ചി കുവൈറ്റിലെ ജോലിയൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ വന്നത്. വന്നിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി നാട്ടിൽ സെറ്റിലായിട്ട്. ചേച്ചിയുടെ അച്ഛൻ പെട്ടെന്ന് മരിച്ചപ്പോൾ കയറി വന്നതാണ്. ചേച്ചിക്ക് അച്ഛനും അമ്മയും ഒത്തിരി വയസ്സായതായിരുന്നു കേട്ടോ. അപ്പം അമ്മ വയസ്സായപ്പം അച്ഛൻ മരിച്ചു പോയപ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോയി. ചേച്ചിയുടെ 2 മക്കളെയും ചേച്ചി ഗൾഫിൽ പോയപ്പോൾ പൊന്നു പോലെ നോക്കി ചേച്ചിയുടെ അമ്മയായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി അമ്മയെ ഒറ്റപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് മതിയാക്കി കയറി വന്നതാണ്. വന്ന് സ്വന്തമായിട്ടൊരു ഹോട്ടൽ ബിസിനസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോയായിരുന്നു. അങ്ങനെ പെരുന്നാളിന് എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ 3 വർഷത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ കുഞ്ഞു ഇരുന്ന് മെനക്കെട്ട് പൊട്ടിക്കുന്നത് എനിക്കൊരു സൺസ്ക്രീനിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സൺസ്ക്രീൻ ഓൺലൈനിൽ ഇൻസ്റ്റയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈഫൻ എന്നാണ്, ഭയങ്കര കൂടിയ ബ്രാൻഡാണ്. 500 രൂപയാണ് കേട്ടോ 80 ഗ്രാമിന്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ബ്രാൻഡിനാണെന്ന്. പിന്നെ പെരുന്നാളിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹസീനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടലിലൊക്കെ പോയി കുറേ കളിച്ച് തിമർത്തു. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ കടലിലൊക്കെ കളിച്ചു അടിച്ചു പൊളിച്ച് തിമർത്തു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വാടക വീട്ടിലോട്ട് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, റംസീയുടെ വീട്ടിൽ. പിന്നെ അവിടെ പോയി അവിടെ കുഞ്ഞുവാവയൊക്കെ എടുത്ത് കളിപ്പിച്ച് ഞാനും പാത്തൂട്ടിയും കുഞ്ഞും വൈകുന്നേരം തിരിച്ചു പോയി. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പെരുന്നാൾ വിശേഷങ്ങൾ.